എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നുള്ള ഡയലോഗ് ഏറ്റവും ആപ്റ്റ് എനിക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇലക്ഷന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് പോയിരുന്നു. ഡയറക്റ്റ് ബസ് എപ്പോഴാന്നൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് പ്ലാൻ ചെയ്തത്. പാലക്കാട് നിന്ന് എന്റെ വീടിന് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അപ്പൊ എനിക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങും. സോ ആ ബസ് കിട്ടാൻ പാകത്തിനാണ് ഞാൻ ഗാന്ധിപുരത്ത് നിന്ന് പാലക്കാടേക്കുള്ള ഡയറക്റ്റ് ബസ് ഒക്കെ നോക്കിയിട്ട് ആ ടൈമിന് ഇറങ്ങും. പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് അവസ്ഥ എന്ന് പറയാൻ കാരണം ഞാൻ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് നേരത്തെ ഇറങ്ങിയാലും എനിക്ക് ആ ബസ് കിട്ടാറില്ല. കുറേ തവണ മിസ്സായിട്ടുണ്ട്. ഇന്ന് എന്തായാലും നമുക്ക് മിസ്സാവാൻ ചാൻസ് ഇല്ല. ബസ്സൊക്കെ നേരത്തെ തന്നെ എത്തി. ഞാൻ ഇറങ്ങി കോട്ടട അവിടെയാണ് കേട്ടോ ഇറങ്ങി. പിന്നെ ബസ് വരെ ഒരു 10-15 മിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ലൈമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഇനിയിപ്പോ ആ ബസ്സും കൂടെ വന്ന് കിട്ടിയാൽ മതി. ഇപ്പൊ വീടെത്തും എന്നൊക്കെയുള്ള സന്തോഷത്തിലും കൂടെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് സമയമായിട്ടും ബസ് കാണാത്തോണ്ട് ഞാൻ ബസ്സിത്തെ ചേട്ടനെ വിളിച്ച് നോക്കുമ്പോഴാണ് പറയുന്നത് ഇന്ന് ബസ് ഇല്ല എന്നുള്ള കാര്യം. ഇവിടെ ഇരുന്ന് 10-15 മിനിറ്റും പോയി. ഇനിയിപ്പോ ഒറ്റപ്പാലം ബസ് കിട്ടാൻ വേണ്ടി കുറച്ച് നടക്കും വേണം. അവിടെ എത്തിയാൽ തന്നെ വീട്ടിലോട്ട് ബസ് കിട്ടുമെന്നും അറിയില്ല. ആ ഡിപ്രഷനിൽ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. ഒറ്റപ്പാലം എത്തിയാലും കൂട്ടിക്കൊണ്ട് അച്ഛനെ വിളിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് അച്ഛൻ തന്നെ പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഒരു പുതിയ ബസ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന്. എന്റെ ആ ബസ് അവിടെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായി. എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടും ബാക്കിയൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. 8:30 എത്തേണ്ട ഞാൻ അങ്ങനെ 9:45 വീട്ടിലെത്തി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.